ഫവാസെ, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 750 കോടി രൂപയിലധികം മുടക്കിക്കൊണ്ട് ആ, നവീകരിച്ച പുതിയ ചങ്ങനാശ്ശേരി AC റോഡ്, അത് എന്തൊക്കെ വന്നാലും ഇനി മുങ്ങില്ല. സുരക്ഷിതമാണ്. ഇനി പ്രളയത്തെ പേടിക്കണ്ട, മഴയെ പേടിക്കണ്ട, എന്ത് വന്നാലും മുങ്ങില്ല, വെള്ളം കയറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയൻ അന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയത് പോലും. ഇപ്പോൾ വലിയ രീതിയിൽ അത് മുങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങി. സാധാരണ ഒരു നിലയ്ക്കപ്പുറം വെള്ളം പൊങ്ങുന്ന സാഹചര്യത്തിൽ റോട്ടിൽ വെള്ളം കയറിയത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് ന്യായീകരിച്ച് പറഞ്ഞാലും ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി AC റോഡിന്റെ അവസ്ഥ ഇപ്പോൾ പകുതിയോളം മുങ്ങിയ, പകുതിയല്ല അതിലധികം മുങ്ങിക്കഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ കുറേ ഈ ഒരു 750 കോടി 800 കോടിയുടെ അടുത്ത് ചിലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു കാര്യം, അത് ഊരാളുങ്കൽ സൊസൈറ്റി ആയിരുന്നു അതിന്റെ, പിണറായിയുടെ സ്വന്തം ഊരാളുങ്കൽ സൊസൈറ്റി തന്നെയായിരുന്നു കോൺട്രാക്ട് എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നടത്തിയ ആ സംഭവം കൂടി ഏകദേശം പൊളിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഐശ്വര്യ ന്യൂയോർക്കിലെ റോഡുകളൊന്നും കണ്ടിട്ടില്ല. പിണറായി പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ ന്യൂയോർക്കിലെ റോഡുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ന്യൂയോർക്കിൽ പറഞ്ഞ പോലെ റോഡും വേണം, എന്നാൽ കുളവും വേണം. ഇതാകുമ്പോൾ ആൾക്കാർക്ക് രൂപമായല്ലോ, നടക്കും ചെയ്യാം നീന്തും ചെയ്യാം. എന്താ പറയുക, ഒരു പദ്ധതിയിൽ രണ്ട് പദ്ധതിയുടെ ഫണ്ട് ഒരുമിച്ച് കിട്ടിയ സാധനമാണ്. ആൾക്കാർക്ക് ഇനി നീന്തണമെങ്കിൽ നീന്തും ചെയ്യാം, ഇനി അത് വണ്ടി കൊണ്ട് പോകണമെങ്കിൽ അതും പോവാം. 2018 അതെ, 2 വണ്ടി ഒരേ സമയം ഇറക്കാൻ പറ്റും എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. അപ്പം ന്യൂയോർക്ക് മേയർക്കും അല്ലെങ്കിൽ ന്യൂയോർക്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മഹത് പദ്ധതികൾ അതിന്റെ ഒരു കോപ്പി പകർപ്പ് കൊടുത്താൽ ന്യൂയോർക്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാവരും, അവരൊക്കെ അവിടെ അണ്ടർ പാസേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വെള്ളം ഒഴിവാക്കുന്നത്. കേരളത്തിൽ അതിന്റെ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. തോണിയും പോവും, അതേപോലെ തന്നെ വണ്ടിയും പോകും. പക്ഷെ വണ്ടി ഇറക്കി വെച്ച് നിന്നും പോകും. ന്യൂയോർക്കിലെ വണ്ടികൾ പോലെ അല്ല ഇത്. വെള്ളത്തിൽ കൂടി ഓടാനുള്ള എഞ്ചിൻ അല്ല നമ്മുടെ വണ്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. 2018 ഈ പറഞ്ഞ പോലെ അന്ന് വലിയ തരത്തിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു, പല റോഡുകളും മുങ്ങിയായിരുന്നു. അപ്പം അന്ന് ഇവർ പറഞ്ഞ കാര്യം, ഈ സാധനം ഉണ്ടാക്കിയപ്പോൾ ഇനി 2018 ഉദാഹരണമായിട്ട് അവർ പറഞ്ഞത്, ഇനി അതുപോലത്തെ പ്രളയം വന്നാൽ പോലും ഇപ്പം ഉണ്ടായ പ്രളയം അതിന്റെ 4-1 പോലും വന്നിട്ടില്ല. അന്ന് കേരളം മൊത്തം വെള്ളപ്പൊക്കമായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് നടക്കുന്നത് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലെ കുറച്ച് ഭാഗങ്ങളും പിന്നെ വടക്കൻ കേരളത്തിലെ കുറച്ച് ഭാഗങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ. അപ്പം അത്തരത്തിൽ 2018 പോലെ ആയിട്ടില്ല. ഇപ്പം ഇൻ കേസ് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചെറിയ മഴയിൽ പോലും ഈ സാധനം എത്രത്തോളം മുങ്ങി. പിന്നെ ആ 18 അന്ന് അവർ പറഞ്ഞത് ഇനി 18 വന്നാൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, അതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലേബലായിട്ട് അവർ വെച്ചത്. അതിന്റെ 4-1 പോലും ഇപ്പത്തെ വന്നിട്ടില്ല. അപ്പോഴേക്ക് റോഡൊക്കെ മുങ്ങിയെന്നാണ് അവസ്ഥ. മുങ്ങിന്ന് മാത്രമല്ല, ഇപ്പൊ അവര് കുറെ പേര് ന്യായീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവിടെ കൂടി സഞ്ചാരം യോഗ്യമാക്കിയിട്ടുണ്ടെന്ന്. ബംഗാളികൾ വരെ റീൽ ചെയ്തു തുടങ്ങി. ഈ പുറത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരെ റീലുണ്ട്, ഈ വഴി പോകരുത്, അവിടെ മുങ്ങിക്കിടക്കുകയാണ്, ഇപ്പുറത്തൂടി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ റീല് വരെ കാണേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏത് വഴി പോകണം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് റീല് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞങ്ങളെ ഫോളോ ചെയ്യുക, കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് അവര് റീല് ചെയ്യുന്നതിന് എതിർപ്പ് പറഞ്ഞതല്ല കേട്ടോ. പക്ഷെ അവര് പോലും കൃത്യമായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അവിടെ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ വിഷ്വൽസും കണ്ടു, തോണി കൊണ്ടുപോകുന്ന വിഷ്വൽസും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാര്യം, ഒരു പ്രളയം വരുമ്പോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോ പ്രതീക്ഷിക്കാണ്ട് വരുന്നതാണ്, വെള്ളം കയറും. 800 കോടി ചെലവാക്കിയിട്ട് അല്ല, എന്നിട്ട് എന്നാലും കുഴപ്പമില്ല, അത്ര പൈസ ഇറക്കിയിട്ട് സാധനം ഉണ്ടാക്കുമ്പോൾ ഇത്ര വിടുവായത്തം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി 2018 പോലെ പ്രളയം വന്നു കഴിഞ്ഞാൽ ഇത് മുങ്ങില്ല, അവർക്ക് പറയാമായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അറിയില്ല, നമ്മളെ ടെറൈൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ വലിയ തരത്തിലുള്ള വലിയ വീമ്പടക്കം ചെയ്യും. ഇനി 2018 വന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. 2018 4-1 പോലും വന്നിട്ടില്ല, അപ്പോഴേക്കും മുങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ മുങ്ങിക്കഴിഞ്ഞു സംഭവങ്ങളൊക്കെ. ഇത് നമ്മുടെ ഗണേഷ് കുമാർ റോഡ് പണി നടക്കുമ്പോ പത്തനാപുരത്തെ റോഡുകൾ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. റോഡ് മറ്റേ റോളർ കൊണ്ടുവരുന്നത് പോലും ഹൈ സ്റ്റാൻഡേർഡ് സാധനമാണ്. ന്യൂയോർക്കുള്ള റോഡുകൾ പോലെയാണ് പണിയുന്നത്. ഇത് ഇന്നതിട്ടിട്ട് അതിന്റെ പിന്നാലെ ഒരു സാധനം കൂടി ഇട്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് നിർമ്മിച്ചത്. അതൊക്കെ വളഞ്ഞ് കിടപ്പുണ്ട് അപ്പുറത്ത്, അത് വേറെ കാര്യം. അതുപോലെ തന്നെ എന്ത് നടത്തുമ്പോഴും അത് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്ന അവിടെ പോയിട്ട്, ആ ന്യൂയോർക്കിലും അവിടെയൊക്കെ പോയിട്ട് റൂം ഫോർ ദ റിവർ ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഒക്കെ ഇത് പഠിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എത്ര തവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് പഠിക്കുകയാണ്. നമുക്ക് ശരിക്കും കാണുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന റൂം ഫോർ ദ റിവറിന്റെ ഇതും ആ ഒരു ബേസ് എന്താണെന്നുള്ളതും അതെങ്ങനെ ഭൂമിയിലേക്ക് തന്നെ വെള്ളം കെട്ടി നിർത്താം എന്നുള്ളതും കാര്യങ്ങളും ഒക്കെ അവരുടെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ വരികയാണ്. പക്ഷെ ഇതൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങ് തകർക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടുമില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ റോഡുകൾ കണ്ടു, അവിടുത്തെ റോഡുകൾ പോലെ ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കോടികൾ മുടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പിന്നീട് ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ, ഒരു
കേരളത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതാ കേരളമല്ലേ, ഞാൻ കണ്ട കേരളമല്ല, ന്യൂയോർക്കിന്റെ റോഡുകളേക്കാൾ എന്താ പറയുക അതിമനോഹരമായ റോഡുകളാണ്. അതേന്താണ് ഈ സാധനം വലിയ വിടുവായത്തും പറയുന്നത്. ഈ തള്ളാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം MP രാജേഷിന്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം പറയണ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മോളിൽ സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുകയാണ്. ഞാൻ കൈ പിടിയിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അയാളിങ്ങനെ വലിച്ചപ്പോൾ ഞാൻ എന്താന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ചെവിയിൽ സ്വകാര്യം പറയാൻ വന്നതാണ്. പക്ഷേ നിങ്ങൾ തന്നെ മതിയായിരുന്നു, 1 മാസം കൊണ്ട് തന്നെ ഞാനങ്ങ് ഞങ്ങൾ മടുത്തു, നിങ്ങൾ തന്നെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു എന്ന്. എന്ത് അവസ്ഥയാണെന്നുള്ളത് ചോദിക്കും. ജനങ്ങൾ ജയിപ്പിച്ച് കയറ്റിയവര് എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് വരുമോ, എങ്ങനെയെങ്കിലും വരാൻ വല്ല വഴിയുണ്ടോ? ഇതൊക്കെ ഇവര് സ്വപ്നം കാണുകയാണോ വേറെന്തെങ്കിലും ആണോ എന്നുള്ള ആഗ്രഹങ്ങൾ. ഒന്ന് വരുമോ, നിങ്ങളൊന്ന് വരുമോ, എന്താണ് ഇവർക്ക് പറ്റുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. തള്ളി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇത്രയും നാൾ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട്. ഇത്രയും നാൾ നമ്മൾ ഇവരൊക്കെ ഉറങ്ങി കിടക്കുകയായിരുന്നു ഒരു സൈഡില്. ഇപ്പൊ കുറ്റം പറയാനായിട്ടാണെങ്കിലും എല്ലാവരും ഒന്ന് സടകുടഞ്ഞെണീറ്റ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നോക്കിയിട്ട് ഇവർക്ക് കുറ്റങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടും തെളിവ് നിരത്തി അടിക്കാൻ ഇപ്പോ കഴിഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണെങ്കിലും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള അന്നത്തെ സർക്കാരിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു, അടിത്തറയുള്ളതായിരുന്നു, തെളിവുകളുള്ളതായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ധാരണകൾ ജനങ്ങളെ ബാധിക്കുന്നതുമായിരുന്നു. ഇതിപ്പോ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചോ, 3 മണിക്ക് ഭക്ഷണം കഴിച്ചോ, അത് പൊറോട്ടയാണോ കഴിച്ചത്, ബീഫാണോ, ചിക്കനാണോ, എത്ര പേര് നോക്കി നിൽക്കുമ്പോ എങ്ങനെ കഴിക്കാൻ പറ്റി, ഒരുപാട് പേര് ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കൊതി കിട്ടില്ലേ? എന്തൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി നമുക്കും ഉണ്ടായിരുന്നു, നമ്മുടെ പിണറായി വിജയൻ. നമ്മൾ സമ്മതിക്കണം, അവര് കൃത്യമായിട്ടും കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രളയം നടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു, അമേരിക്കയിലോ ആയിരുന്നു, എവിടെയായിരുന്നു, എന്തൊക്കെയോ പഠനങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു അദ്ദേഹം അവിടെ ചില്ല് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ സെപ്റ്റംബർ 7 ഏതൊരു തീയതിയിൽ അദ്ദേഹം പോകുന്നതും ഒക്കെ മെയിൻ സ്ട്രീം മീഡിയാസ് റിപ്പോർട്ട് ചെയ്തതിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം പട്ടിണി കിടക്കുകയായിരുന്നു ന്യൂയോർക്കിൽ പോയിട്ട്. സതീശൻ ഒന്നാലോചിച്ച ഭാഗ്യവാനാണ്. കാരണം കുടുംബത്തിൽ നിന്നോ പുറത്തുനിന്ന് ഇത്ര കെയറിങ് ആർക്കും കിട്ടില്ല. സതീശൻ ഭക്ഷണം കഴിച്ചോന്ന് ശ്രദ്ധിക്കുന്നു, എന്താണ് കഴിച്ചതെന്ന് ശ്രദ്ധിക്കുന്നു, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളത് ശ്രദ്ധിക്കുന്നു. നോക്കിയിരുന്നു, കൊതി കിട്ടിയ വയറ് പോകൂലേ പോലെ. സേഫായ വേറെ സ്റ്റേറ്റ് ഇല്ല എന്നുള്ളതാണ്. CPM ഉണ്ടാവണത്തോളം, പ്രത്യേകിച്ച് CPM ഇത്ര നേതാക്കന്മാർ കണ്ടുപിടിക്കണം പിണറായിനെ. ആ മനുഷ്യൻ അന്ന് പ്രളയത്തിന് പോയി, അതൊക്കെ ശരിയാണ്, പുള്ളി ന്യൂയോർക്കിൽ പോയി, പക്ഷെ അവിടെ പോയിട്ട് പട്ടിണി കിടക്കുകയായിരുന്നു, വ്രതം എടുത്തേക്കായിരുന്നു അദ്ദേഹം. ഇവിടെ പ്രളയത്തിന് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ, തിരിച്ചു വന്നിട്ടാ പുള്ളി ഭക്ഷണം കഴിച്ചത്. എന്ത് ഉളുപ്പില്ലായ്മയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരിക്കും പൊറോട്ടയുടെ കൂടെ വേറെ എന്തെങ്കിലും കഴിച്ചോ? 3 മണിക്ക് ഒരാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇനി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്തിന്റെ ബേസിസിലാണ്? ഇവർ പറയുന്ന പോലെ സ്പ്രിംഗ്ലർ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈഫ് മിഷൻ അഴിമതി പോലെ, മാസപ്പടി കേസ് പോലെ എന്തെങ്കിലും ഒരു കാമ്പുള്ള സാധനമായിട്ട് ഇവന്മാർ ഈ 2 മാസത്തിനിടയിൽ വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. ഇനിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഴിമതി കൊണ്ടേ തായോ സാധനം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം PMC കൊണ്ടുവന്ന് അതിനുശേഷം അതാ പ്രശ്നം. ഇവരെല്ലാ സാധനം കൊണ്ടുവരുന്നു, സതീശന് ഒറ്റ വാർത്താ സമ്മേളനത്തോട് ആ സാധനം വീഴാണ്. ഇവരെ ഈ നമ്പുകളൊക്കെ പാവം പിടിച്ച് പിണറായിയുടെ നെഞ്ചത്തി നിന്ന് തിരിച്ചു കൊത്തുന്നുണ്ട്. ആ അവസ്ഥയിൽ കൊണ്ട് മിണ്ടാണ്ടിരിക്കായിരുന്നു, എന്നാ പിന്നെ എത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കൃത്യമായുള്ള തെളിവുകളുമായിട്ട് ഇവര് ചെയ്തൊരു അഴിമതിയായിട്ട് മുന്നിൽ വരൂ. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണത് കേൾക്കാൻ. തുടക്കം തന്നെ ഇങ്ങനെ നുണ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവര് എന്ത് കൊടുത്താലും നുണയാണ് എന്നുള്ളത്. കാരണം ഇപ്പൊ തന്നെ ഇവരുടെ ഇമേജ് പോയി. പക്ഷെ ആ നുണയെ വിശ്വസിച്ചിട്ടല്ല, നുണ അങ്ങോട്ട് ഇതാണ് സത്യം എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ളവർ കിടന്ന് മെഴുകുന്നത് കൂടി കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത്. ഇത്രയും ബോധമില്ലാത്തവരാണോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരറ്റം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഈ ചുമ്മാ പറയണ്ട 2 ദിവസത്തിനുള്ളിലോ 24 മണിക്കൂർ പോലും ഇവർ പറയുന്ന നുണകൾക്ക് ആയുസില്ല. ആ 24 മണിക്കൂറിനുള്ളിൽ മാക്സിമം എനിക്ക് പറയാവുന്ന അങ്ങ് പറയുകയാണ്. കോഫി വിത്ത് കോഫി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിക്കാണ്. കേരളം വലിയ തരത്തിലുള്ള ഫ്ലഡിനെ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇയാൾ ചായക്കല ഉദ്ഘാടനം ചെയ്യാൻ പോയിക്കണം. പിടിച്ചുകൊണ്ട് ഒരു മുഖ്യധാര മാധ്യമം പോലും ആളെ പേര് പറയാനും കുഴപ്പമില്ല. ശരിക്കും നമ്മള് ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ കൊടുത്തിരുന്ന ഇതുപോലെ പറയുന്ന വാക്കുകളിലെ തിരുത്തുകളൊക്കെ ഹാസ്യ രൂപത്തിൽ സാർമാർ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഇനിയിപ്പോ പുതിയ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി പഴയ കഥകൾ വിട്ടിട്ട് പുതിയ സാർമാരൊക്കെ കൊണ്ടുവരേണ്ടത് ശരിക്കും മൊട്ടേറൂണിന്റെ ഈ പുതിയ സൂക്തവാക്യായിരിക്കണം. ബൈമിയ കോഫി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഒരു ഉളുപ്പില്ലാണ്ട് അതിലെനിക്ക് ഏറ്റവും ഇതൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഗൂഗിളിൽ സാധനം അടിച്ചു നോക്കിക്കൂടെ? ജസ്റ്റ് നോക്കിയാൽ ഞാനും ജേർണലിസം പഠിച്ചിട്ട് വന്നത് തന്നെ. ഈ ജേർണലിസം അരുൺ ജേർണലിസം പഠിച്ചോ അല്ലെന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇത്തരതരം മുഖ്യധാര മാധ്യമ പ്രവർത്തകന് വലിയ ആങ്കറായി നിൽക്കുമ്പോൾ
സ്വാഭാവികമാണ്. അറ്റ്ലീസ്റ്റ് ഗൂഗിൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളതെങ്കിലും. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യം അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട്ടാലും മതി. ഇങ്ങനെ തരത്തിലുള്ള ആരോപണം വരും അവിടെ ഇവിടെയും തൊടാത്ത രീതി ഇത് പരസ്യമായിട്ട് പറയുന്നത്. കേരളം ഇത്ര വലിയ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ, ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, ജനങ്ങൾ എന്താ പറയാ സ്വന്തം കൂടപ്പറപ്പിനെ ഇല്ലാണ്ടാകുമ്പോൾ അദ്ദേഹം ഈ ചായക്കട ഉദ്ഘാടനം പോയിക്കാണ്, കാപ്പിക്കട ഉദ്ഘാടനത്തിന്. അപ്പൊ ഇത്തരത്തിലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വലിയ വിടുവാഴ്ത്തം പറയുന്നു. അതിനുശേഷം ഒരു ഉളുപ്പില്ലാണ്ട് വന്നിരുന്ന് പറയുന്നു എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഇങ്ങനെ ബൈമിയ കോഫി കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കാപ്പിക്കടയാണെന്ന് വിചാരിച്ചു, കോഫിന്ന് കേട്ടല്ലോ. ഇവരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മീൻസ് എല്ലാ കാര്യം എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല, സംഭവം ശരിയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അതെന്താണെന്നുള്ളത് പറയുന്ന സാധനം അങ്ങനെ വിഴുങ്ങുകയാണോ ചെയ്യാന്നുള്ള. നമ്മൾ പണ്ടില്ല ഞങ്ങളുടെ പറയും മോര് പറ്റൂ എന്ന് പറയുമ്പോൾ പിന്നെ കയറെടുക്കും. നമുക്ക് വിടുവായിത്തം പറയാം, തെറ്റുകൾ പറയാം, നമുക്ക് കുറ്റങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ഒരാൾക്കെതിരെയുള്ള ആരോപണം ആവുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണം. ഞങ്ങളുടെ തെളിവുകളുള്ള കാര്യം മാത്രം പറയാം. ഞങ്ങളെ പറയാറുണ്ട് ഈ മോര് പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കാന്ന് പറയും. മോര് കൊല്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അത് കേട്ടു എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫസ്റ്റ് ഞങ്ങളാ കൊടുക്കുന്നത്. സതീശന്റെ കാപ്പിക്കട ഉദ്ഘാടനം ആദ്യം കൊടുക്കുന്നത് ഞങ്ങളാണ്. ഇത്തരത്തിൽ വിമർശിക്കേണ്ടെന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾ ആലോചിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാപ്പ് പറച്ചിലും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2 വട്ടം ആലോചിക്കുക. അല്ലെങ്കിൽ ഈ സാധനം സത്യാവസ്ഥയാണോന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു നോക്കുക. സ്വാഭാവികമായിട്ട് ഒരു മെയിൻ സ്ട്രീം ചാനലിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹോൾഡ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളെ വിളിച്ചു നോക്കുക, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ ഈ സാധനം പോവില്ലായിരുന്നു. അല്ല, അരുൺകുമാറിന്റെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഒരുപാടായി വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ, എന്തായാലും റിപ്പോർട്ടർ ചാനലാണല്ലോ, മാധുവിന്റെ ആ ഒരു ഇരിപ്പും കൂടി കാണുമ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം വരുന്നത്. ആദ്യം ആ ഒരു അലിഗേഷൻ കൊണ്ടുവന്ന് അത് സത്യമാണ്, ഞാൻ പറഞ്ഞതൊക്കെ മാസാണെന്നുള്ള രീതിയിൽ അവർ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. എന്തായാലും തെറ്റ് തിരുത്താൻ കാണിച്ച മനസ്സ് അംഗീകരിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ അവർക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ ന്യായീകരിച്ച് വെള്ളപൂശി വിടാറാണ് പതിവ്. എന്തായാലും അദ്ദേഹം വന്നിട്ട് തെറ്റ് തിരുത്താൻ സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് അരുൺകുമാറിന്റെ വായിന്ന് ആദ്യമായിട്ട് കേട്ടതിന്റെ ഒരു സന്തോഷമുണ്ട്.